വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഭാരത് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് മീറ്റ് ദി ലെജൻഡ് പരിപാടി സംഘടിപ്പിച്ചു. നാരീശക്തി പുരസ്കാര ജേതാവ് ക്യാപ്റ്റൻ രാധിക മേനോൻ കുട്ടികളുമായി സംവദിച്ചു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് ഭാരത് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ മീറ്റ് ദ ലെജൻഡ് പരിപാടിയുടെ 5ാമത്തെ സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ ആദ്യ മർച്ചന്റ് നേവി വനിതാ ക്യാപ്റ്റനും നാരീശക്തി പുരസ്കാര ജേതാവും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ എക്സെപ്ഷണൽ ബ്രേവറി അവാർഡ് നേടിയ ലോകത്തിലെ ആദ്യ വനിതയുമായ ക്യാപ്റ്റൻ രാധിക മേനോൻ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കഠിനാധ്വാനം മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് രാധിക മേനോൻ പറഞ്ഞു. ജീവിതത്തിൽ ഒരു ചിട്ടയായ ശീലം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷെ കുറച്ചൊരു സ്ട്രെസ് സ്റ്റുഡൻസ് ഫീൽ ചെയ്യണത് എവിടെയാന്ന് വെച്ചാൽ അവർക്ക് കണ്ടമാനം പഠിക്കാനുണ്ടല്ലോ, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും ഈ സ്റ്റേജിൽ. ദാറ്റ് ഇസ് ബിക്കോസ് ഈ സ്റ്റേജിൽ എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോ വാട്ട് ഐ വാണ്ട് ടു സേ ഈസ്, ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന എല്ലാ പേഴ്സണാലിറ്റീസും they have reached their peak because of their hard work. There is no substitute for hard work. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല, ഒരു ഷോർട്ട് കട്ടും ഇല്ല. So there is one more important thing എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞെട്ടുമായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ വിചാരിക്കും ഇവർ ഇനിയും പറയാൻ പോകുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ. അതല്ല, ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരിക്കണം. ഓക്കെ, ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരിക്കണം. അത് സ്റ്റുഡൻ്റ് ആയാലും ഈ ഫേസിൽ കുട്ടിക്കാലത്ത് അത് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്ന അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത് just to discipline you and you should be able to manage your time. പാറക്കുളം NSS കോളേജ് പ്രിൻസിപ്പൽ KP സിന്ധു, അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ, വിനയഗോപാൽ, അഞ്ജലി രാജ്, വിഷ്ണു ഹരിദാസ്, അഭിമന്യു, അർച്ചന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു.